ആൾക്ക് ബന്ധുക്കളൊന്നുമില്ലാന്നല്ലേ പറഞ്ഞത്? അങ്ങനെയാ പറഞ്ഞ്. അനാഥനാ. നാട്ടില് വ്യാസതപോവനം ആശ്രമല്ലേ, അവിടെയാ വളർന്നേ. അമ്പടി കള്ളി ഫുൾ ഡീറ്റെയിൽസ് കളക്ട് ചെയ്തിരിക്ക. അങ്ങനെയൊന്നുമില്ല, ചെറുതായിട്ടൊരു സിംഗം വന്നപ്പോ ഒന്ന് അന്വേഷിച്ചു വയ്ക്കാന്ന് വിചാരിച്ചു. പിന്നെ നല്ല മനസാക്ഷിയുള്ളവനാ. അതെന്തായാലും നന്നായി. പ്രാക്ടിക്കലായി ചിന്തിച്ച ഇതൊരു നല്ല സാധ്യത അമ്മിയ. നീ എന്തായാലും വിടണ്ട. അയ്യോ, അത്രയൊന്നും ആയിട്ടില്ല. ആളിന്റെ അടുത്തൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ആളുടെ മനസ്സ് മുഴുവൻ നാടക. പിന്നെ ആളുടെ ഫ്രണ്ടിന്റെ കയ്യിൽ നിന്നാണ് എനിക്കൊരു ചെറിയ ഹിന്ദി കിട്ടിയേ. എന്റെ അടുത്ത് ഔട്ടിങ്ങിന് വരാൻ പറഞ്ഞിരിക്കുക, കടപ്പുറത്തേക്ക്. പോയി നോക്കട്ടെ. എന്നാ പോയി നോക്ക്. ഞാൻ എന്നും ഒറ്റയ്ക്കായിരുന്നു. എടോ വേണ്ട, എനിക്കെല്ലാം അറിയാം. അനിയത്തിയുടെ ജോലിക്കാര്യത്തിന് വേണ്ടിയാണ് പറയുന്നെങ്കിൽ ഇങ്ങനെയൊന്നും വേണ്ടട്ടോ. അത് ഞാൻ വേറെ കമ്പനിയിൽ ശരിയാക്കിയിട്ടുണ്ട്. താൻ എവിടെ വർക്ക് ചെയ്യുന്നത് പോലെ എനിക്ക് അറിഞ്ഞൂടാ. ഞാനൊരു ഫാഷൻ ഡിസൈനറാ, വർക്ക് ഫ്രം ഹോം. ഓ, എന്റെ മനസ്സിലൊന്നും വെക്കാൻ പറ്റാത്തോണ്ട് ചോദിക്കുക. എന്റെ ഒപ്പം കൂടാനാണോ ഉദ്ദേശം? എന്താ കുഴിയല്? എന്നും മഴക്കാവില്ലേ? ഞാനായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. എന്നാലും എനിക്ക് പേടിയാ. അതെന്താ? ഒരേ ബെഡ് കിടക്കുമ്പോ സ്ഥലം പോരാന്നും പറഞ്ഞ് എന്നെ തള്ളി മറിച്ചിട്ടാലോ? പോടുന്നു. മനു, നമസ്കാരം. എന്താ വൈകിയേ? റോഡ് ഡീറ്റോർ ഉണ്ടായിരുന്നു. കേറുക. ഇയാളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഞാൻ അച്ഛനെ കണ്ടിട്ടുണ്ട്. ഇരിക്കേ. ഞാനന്ന് ലിഫ്റ്റില്. ഇനി ചായ കുടിച്ചിട്ടാവല്ലേ? അല്ല, നമ്മളെവിടെയാ കണ്ടത്? അതന്ന് ഫ്ലാറ്റ് പൊളിച്ചില്ലേ, അപ്പൊ അച്ഛനെ ന്യൂസിലൊക്കെ കാണിച്ചില്ലേ, അത് മന്നു കണ്ടിട്ടുണ്ട്. അത് മോൻ കണ്ടാർന്നോ? ഇല്ലേ? അല്ല, ഇതൊരു പെണ്ണ് കാണൽ ചടങ്ങായിട്ട് കൂട്ടിക്കൂടെ അമ്മക്ക്? കൂപ്പിട്ടാ? അല്ല, എനിക്ക് നേരെ പോന്നുള്ളൂ, അതുകൊണ്ട് ചോദിച്ചോളൂ. ഇതൊരു വിവാഹ നിശ്ചയ ചടങ്ങായി കരുതുന്നതിലും വിരോധമൊന്നുമില്ല. അതന്നെ ഇപ്പൊ ഞാനും പറഞ്ഞതേ. പെണ്ണിനും ചെറുക്കനും ഇനി എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ആവാം. ഹലോ. നിങ്ങള്, ഞാനിപ്പോ അടുത്ത വീട്ടിലാ, നിങ്ങൾ ഇങ്ങോട്ട് പോകുന്നുള്ളൂ കേട്ടോ. അതെ. ഇതല്ലേ നിങ്ങളെ കാണാതായ മോൻ? ഓ അതെ, ഇത് തന്നെ എന്റെ മോൻ. പാടങ്ങോട്ട്. അതെ, ഞങ്ങൾ കോഫി ഷോപ്പിൽ നിൽക്കുവായിരുന്നേ. അപ്പൊ കൊച്ചിതെ ഇങ്ങനെ പിടിച്ചു. കുട്ടി കിട്ടിയതല്ലേ? ഒരു മിനിറ്റ് കേട്ടോ, ഒന്നും കൂടെ വരുമോ? ഇത് ചേട്ടനാ. പറഞ്ഞാ മതി. ചേട്ടാ, ഞങ്ങളുണ്ടല്ലോ കോഫി ഷോപ്പിൽ നിൽക്കുമ്പോണ്ടല്ലോ. ഒരു മിനിറ്റ്. കുട്ടിയെ കിട്ടിയ കഥയല്ലേ? എനിക്കറിയാം, വാട്സാപ്പല്ലേ? വാട്സാപ്പിൽ നമുക്ക് പുറത്തുനിന്നിട്ട് വിശദമായിട്ടോ. കേരളത്തിൽ ഒരുവിധം എല്ലാ മേജർ സ്നാക്സും നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. നമസ്കാരം. ഇവിടെ കേരളീയന്റെ ഗോഡൌണിലെ കൂടുതലും വേറെ ബ്രാൻഡ്സ് ആണല്ലോ. അത് പിന്നെ നാട്ടിൽ നിന്ന് നല്ല നല്ല സാധനങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ട് ഞങ്ങളുടെ ഒരു പാക്കറ്റിലിട്ട് ഞങ്ങളുടെ ബ്രാൻഡ് ആക്കി വെക്കല ഇവിടുത്തെ മെയിൻ പരിപാടി അല്ലേ സാർ? വേഗം വാ. അവനുദ്ദേശിച്ച പഴംപൊരിയും പരിപാടിയും പോലെയുള്ള സ്പെഷ്യൽ സാധനങ്ങൾ മാത്രമാണ് നമ്മൾ പുറത്തുനിന്ന്. എടുക്കൂ. താങ്ക് യു. കഴിക്കൂ. സാറിന് വേണോ? വേണ്ട വേണ്ട.
എന്റെ കല്യാണം കഴിഞ്ഞാൽ ഞാൻ ഫ്ലാറ്റിൽ ഒറ്റക്കാവൂലേ? നിനക്കിവിടെ ഒന്നും ഇന്നൂടെ, എന്തായാലും ഇവിടെ ഒരാൾ വേണമെന്ന് ഞാൻ വിചാരിച്ചോണ്ടിരിക്കുന്നു. അബൂട്ടി, യെസ്. എന്താടാ? അജാസേ, ഞാൻ ജോലി വിട്ട് നാട്ടിൽ പോവാടാ. ജോലി വിട്ട് നാട്ടിൽ പോവേ? എനിക്ക് എന്ത് മണ്ടത്തിനാടോ പറയുന്നത്? അതിന് മാത്രം ഇവിടെ എന്താ ഉണ്ടായത്? അവള് പോയടാ. ആരടാ? എന്റെ പേര് സാബിറ. ഞാൻ കല്യാണ നിശ്ചയത്തിന് അവൾക്ക് കാണിച്ചു കൊടുത്ത ഫോണില്ലേ, ആ. അതായിട്ട് അവള് ചാറ്റ് ചെയ്ത് ഒരുത്തൻ്റെ ഒപ്പം പോയി. രവീനെ പോലുള്ള ഞരമ്പ് രോഗികളുണ്ടല്ലോ, അവരാടാ പ്രശ്നക്കാര്. മനു, ഒരു പെണ്ണ് ശരിയല്ലടാ. സാഹചര്യം കിട്ടിക്കഴിഞ്ഞാൽ ഇവരെല്ലാവരും നമ്മളെ പറ്റിക്കും. നമ്മൾ ആണുങ്ങളടാ പൊട്ടന്മാര്. എടാ, മനു, എടാ മനു, എന്താടാ ഓഫീസിൽ വരാഞ്ഞേ? ഒന്നുമില്ല. ഇതാരാ? ആ, ശ്രുതി. ഇത് നമ്മളെ പോളേട്ടന്റെ സ്പേസിലേക്ക് വന്ന്. ആ, സുധിയുടെ വീട് എവിടെയാ? ആ, തൃശ്ശൂര്. ഓ, തൃശ്ശൂർ. ഞാനിവിടെ സ്റ്റുഡന്റ് വിസയിൽ പഠിക്കാൻ വന്നേക്കുക. ഇവിടെ തൊട്ടടുത്തൊരു പിസ്സ ഷോപ്പിൽ ജോലി ചെയ്യാൻ വന്നേക്കുക. ശ്രുതി ഇവനെ അറിയില്ലേ? അറിയപ്പെടുന്ന ഒരു കലാകാരനാട്ടോ. പിന്നെ മനുവേട്ടന്റെ പോലെ സ്റ്റുഡന്റ് വിസയിൽ വന്ന് സ്വന്തമായിട്ട് ഒരു കമ്പനി ഉണ്ടാക്കി വലിയൊരു കലാകാരനാവണമെന്നാണ് എന്റെ ഒരു ആഗ്രഹം. ഓ, ഇരിക്കേ സുധി, നീ ഒന്ന് പറക്കേ. വാ, ഇരിക്കേ, ചോദിക്കട്ടെ. സുധി എല്ലാരും പരിചയപ്പെട്ടാ? ആ, ഓ ഇല്ലില്ല, ഒരാൾ വെച്ച് മൂപ്പര് ഫുൾ ടൈം ഫോണിലാ. ആ, അയാളെ പരിചയപ്പെട്ടില്ലേ? അയാളെ പരിചയപ്പെടണ്ട, അതാണ് ബ്ലൂടൂത്ത് രവി. അല്ല മനു, നമ്മളൊരു പുതിയ നാട്ടിലേക്ക് വരുമ്പോ ഒരുപാട് റോങ് ഇൻഫ്ലുവൻസ് ഉണ്ടാവും. അവരെയൊക്കെ നമ്മൾ ഒഴിവാക്കുന്നതാ നല്ലത്. ഞാൻ കാര്യങ്ങൾ പറഞ്ഞുതരാം. എന്തുണ്ടെങ്കിലും വിളിച്ചോളും, എന്ത് സഹായം വേണമെങ്കിലും. മനുവേട്ടാ, വാ പറയട്ടെ. സുധിക്ക് അഭിനയിക്കാൻ ഇഷ്ടമാണോ? പിന്നെ ആഹാ. അജാസേ, ഒന്ന് നമ്മുടെ നാടകത്തെ കുറിച്ച് പറഞ്ഞാലോ? ആ, ഒരു കലാകാരനെ കിട്ടിയിട്ട് എങ്ങനെ പറയാതിരിക്കുക അല്ലേ? തീർച്ചയായും പറയണം. എന്താടാ മുണ്ടല്ലാതെ എടുക്കണ്ടേ? ഇതേതാടാ പൂച്ച കണ്ണാലുണ്ടായ കുട്ടിയാ? ആ, കാലം അങ്ങനെയൊക്കെ അല്ലേ. എടാ മനു, ഈ മൊബൈൽ വന്നപ്പോ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടായത്? എല്ലാത്തിനും ഉണ്ടോ അതിൻ്റെതായുള്ള ഗുണവും ദോഷവും. ആ, പണ്ടൊക്കെ ഒരു ചെങ്ങായി ഒരു പെണ്ണിനെ പ്രണയിച്ചിട്ടുണ്ടെങ്കിൽ അതോളോട് പറയണമെങ്കിൽ എത്ര കാലം എടുക്കുന്നറിയോ? ഇപ്പൊ അതൊക്കെ വിരൽത്തുമ്പിലല്ലേ. നേരിട്ട് പറയാൻ മടിക്കുന്നതൊക്കെ ഒരു മെസ്സേജിലൂടെ അയക്കാൻ ഒരു ധൈര്യല്ലേ? എന്നാലും ഈ രവിനെ പോലുള്ള ആൾക്കാരെ ചൂണ്ടൽ ഈ പെണ്ണുകളെ കുടുങ്ങണെന്ന് എനിക്ക് മനസ്സിലാവാത്ത. യഥാർത്ഥ സ്നേഹം കിട്ടാത്ത പെണ്ണുങ്ങളാണ് അജാസെ ഇത്തരം കോളുകൾക്ക് ഉത്തരം കൊടുക്കുന്നത്. ഒരു ഉപാധിയില്ലാതെ ആത്മാർത്ഥമായി നിഷ്കളങ്കമായി സ്നേഹം കിട്ടുന്ന ഒരു പെണ്ണും വേലി ചാടില്ല. ആലോചിച്ചിട്ട് പേടിയാണ്. എന്താ? എനിക്ക് പഠിച്ചോൻ തീരുമാനിച്ച പെണ്ണിപ്പോ എവിടേക്കു? എനിക്ക് നല്ല ചിരി. എടാ, മീയന്റെ അച്ഛന് വയ്യാണ്ടിരിക്കല്ലേ? ഈ എന്താ പോവാത്ത്? ഞാൻ പോണോ? ഇങ്ങനത്തെ സമയത്താണ് അഭിനയിച്ച് തകർക്കേണ്ടത്. ആ പെണ്ണിന്റെ പ്രീതി പിടിച്ചു പറ്റണോ? അങ്ങനെയാണ് നീയുമ്പോ? അതിന് എനിക്ക് അഭിനയിക്കാൻ അറിയില്ലോ. അത് ശരിയാ. അങ്ങനെയാണെങ്കിൽ ഞാൻ സുധീനെ കൂട്ടിപ്പോ. അവനാണെങ്കിൽ ഒരു കലാകാരനുമാണല്ലോ. അത് നല്ലൊരു തീരുമാനം. താങ്ക് യു. ഈനാമ്പേച്ചിക്ക് മരപ്പട്ടി കൂട്ട്. അധികം വേണ്ടാ. കൊള്ളാല്ലേ? ഓക്കെ അല്ലേ? പ്രശ്നമില്ലല്ലോ. നമുക്ക് അവിടെ ചുറ്റിയിട്ട് അങ്ങനെ പോയി വന്നാലോ? നമസ്കാരം. എങ്ങനെയുണ്ട്? ഒരു കുഴപ്പമില്ല. ഏയ് ചേച്ചി, ഇയാള് മനസ്സിലായോ? അയ്യോ, പരിചയപ്പെടുത്താൻ മറന്നു. ഇത് സുധി, നമ്മുടെ പോളേട്ടന്റെ സ്പേസിലേക്ക് വന്ന. സുധീനെ എങ്ങനെ അറിയാ? അയ്യോ മനുവേട്ടാ, ഇയാള് വലിയ ഫേമസ് യൂട്യൂബറാണ്. ആ, ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. എന്റെ പുതിയ എപ്പിസോഡ് നാളെ വരുന്നുണ്ട്. സ്റ്റുഡൻസിനെ കങ്കാരു ചാട്ടം പഠിപ്പിക്കുന്ന ക്ലാസ്സാണ്. ഒരു സെൽഫി എടുക്കാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. വെൽക്കം വെൽക്കം. മോനെ, അച്ഛൻ പോയി കഴിഞ്ഞാ പിന്നെ നീയേ ഉള്ളൂ. അച്ഛൻ എവിടേക്കാ പോണ്? ഒരച്ഛന്റെ സ്നേഹം ഞാൻ അനുഭവിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. അതിന്റെ ഇടയിൽ ഇങ്ങോട്ട് പോവാൻ. നമുക്ക് പോവല്ലേ? ഹലോ ഹലോ.
കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമായില്ലേ മനു? അത് നന്നായി. സത്യത്തിൽ ഇന്റെ അല്ല, എന്റെ കല്യാണം നടക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു. നീയല്ല, ഞാനാണ് കല്യാണം കഴിക്കുന്നത്. എന്താ ലേറ്റായേ? ജോണേട്ടാ എന്താ പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞു? അവിടെ പാർക്ക് ചെയ്യാൻ പോലും സ്ഥലം കിട്ടിയില്ല. ഇറ്റ്സ് ഓക്കേ. നമ്മളൊരു വിധത്തിലാ കഴിച്ചിലായി പോകുന്നേ. കൺഗ്രാജുലേഷൻസ് ഡയറക്ടർ മനു കേരളിയൻ. ഞെട്ടണ്ട, നീ ആ ഫോണൊന്നും എടുത്തേ. അക്കൗണ്ട് നോക്ക്. നോക്കടോ. പൈസ വന്നോ? അത് അഡ്വാൻസ് ആണ്. ഏ നീ അന്ന് കലാകാരന്മാരുള്ള ബഹുമാനത്തെ കുറിച്ച് പറഞ്ഞില്ലേ, അതെന്റെ മനസ്സിൽ കൊണ്ടു. അതുകൊണ്ട് നമ്മൾ ഒരുമിച്ച് ഒരു നാടകം ചെയ്യും. അടിപൊളി. നീ ഡയറക്ടർ, കഥ എന്റെ. നീ പേടിക്കണ്ട, ഈ ഓസ്ട്രേലിയയിലുള്ള ഒരുവിധം അവാർഡുകളൊക്കെ നിന്റെ നാടകത്തിൽ. അല്ല, അതെങ്ങനെ ശരി? ഒരു മിനിറ്റ്. എടാ, ഇത് വലിയൊരു പിടിവല്യ, മറക്കണ്ട. എടാ കഥ എന്റെ പൊന്നാര മനു, നിന്റെ ആരും കാണാത്ത നാടകല്ലേ, അത് ഇനിയും ചെയ്യാലോ. വാ സാറേ, നമ്മൾ ഓക്കെയാണേ. ഓക്കെ അല്ലേ? ആ. ഇത് നിനക്കൊരു നാഴികക്കല്ലായിരിക്കും. ഇനി നീ കേൾക്കാൻ പോകുന്ന വാർത്തകളൊക്കെ നല്ല വാർത്തകളായിരിക്കും. ഓക്കെ ഓക്കെ സാർ. ഓക്കെ ഡൺ, കാണാം നമുക്ക്. ഓക്കെ ബൈ. ആ, ആദ്യത്തെ വാർത്ത വന്നു തുടങ്ങി. ഒരു ദുഃഖ വാർത്തയുണ്ട്. മിയയുടെ അച്ഛൻ. എന്താ? ഈ ബന്ധങ്ങൾ കൂടുന്തോറും ദുഃഖത്തിന്റെ ആഴവും കൂടുന്നു ഇപ്പോഴാ മനസ്സിലായി. ഈ ബന്ധങ്ങൾ ഉണ്ടാവുമ്പോ തന്നെ നഷ്ടപ്പെടുന്നവരുടെ അവസ്ഥയാ. നമുക്ക് പരസ്പരം നഷ്ടപ്പെടാതിരുന്നൂടെ? ഞാനായിട്ട് അങ്ങനെ വിട്ടു പോവില്ല. പോവാം. നമ്മളിങ്ങനെ വിഷമിച്ചിരിക്കുന്ന കാണാൻ അച്ഛൻ ഒട്ടും ആഗ്രഹിക്കുന്നുണ്ടാവില്ല. അച്ഛൻ എപ്പോഴും നമ്മുടെ സന്തോഷമല്ലേ വലുത്. ഈ ഭാരമൊക്കെ ഒന്ന് ഇറക്കി വെച്ച് മനസ്സൊന്ന് തണുപ്പിക്കാം. നമുക്കൊരു ഐസ്ക്രീം കഴിച്ചാലോ? എനിക്കൊരു ചായ മതി. എനിക്കോ? എനിക്ക് ബിസ്ക് ഓഫ്. നല്ല കോമ്പിനേഷനാ, ചായ ഐസ്ക്രീമും. ആ കണ്ണ് കാണുന്നില്ലല്ലോ, ആരെങ്കിലും ഒന്ന് ലൈറ്റ് ഓൺ ചെയ്തേ. വെളിച്ചം നഷ്ടപ്പെട്ടവരെ, അകക്കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടവരെ, നിങ്ങൾ ഓർക്കണമായിരുന്നു ഇങ്ങനെ ഒരു ദിവസം വരുമെന്ന്. ഞങ്ങള് വന്നത് നിങ്ങളുടെ നാടകം കാണാനാ, അല്ലാതെ ഈ പ്രസംഗം കേൾക്കാനല്ല. നിങ്ങൾ തന്നെയാണ് ഇതിലെ കഥാപാത്രം. എന്തിനാടാ മനു ഈ റിഹേഴ്സലൊക്കെ ലൈറ്റ് ഓഫ് ആക്കിച്ച്? ആ ഒരു ശബ്ദം കേട്ടു. അല്ല, ഇതാണ് നമ്മുടെ ഒരു അവതരണ രീതി എന്ന് എല്ലാരെയും മനസ്സിലാക്കാൻ വേണ്ടിയായിരുന്നു. എന്തോ ഉണ്ടായിട്ടല്ലെങ്കിൽ ഈ സ്ക്രിപ്റ്റ് നമ്മൾ പഠിച്ചതിന് ശേഷം നമ്മൾ ഓഡിയൻസിന്റെ ഇടയിൽ പോയിരിക്കും. എന്നിട്ട് നാടകം തുടങ്ങുമ്പോ ലൈറ്റ് ഓഫ് ആക്കും. അല്ല, ഇപ്പൊ ആരാ ലൈറ്റ് ഓൺ ആക്കിയേ? ചെകിട്ടത്തെ ഒരു അടി കിട്ടുന്ന പോലെ എനിക്ക് തോന്നി. അത് നാടകത്തിന്റെ ഭാഗമായിട്ടാണോ? അതാ ഞാൻ ലൈറ്റ് ഓൺ ചെയ്ത്. തൽക്കാലം നമുക്ക് ഇതിവിടെ നിർത്താം. എന്തുണ്ടായി? ശ്രുതി ഒന്ന് വന്നേ. എനിക്കൊന്നും അറിയില്ല, ഞാനൊരു സൗണ്ട്. മരേട്ടാ പ്ലീസ് പ്ലീസ് പ്ലീസ്, എനിക്കിത് പിന്നെ അത്ര ഇഷ്ടം. ഞാൻ അവിടെ ചതിക്കില്ല. ഒരു അബദ്ധം പറ്റിപ്പോയതാ. തൽക്കാലം രക്ഷപ്പെടാൻ പറയല്ലേ നീ? സത്യമായിട്ട് എനിക്ക് നവീന അത്ര ഇഷ്ടം. ഇന്നിപ്പോ എന്താ അവിടെ നടന്നു? എന്റെ ഒരു പരീക്ഷണമായിരുന്നു അവളുടെ മനസ്സറിയാൻ വേണ്ടി. അതിനവള് വിജയിച്ചു. പ്ലീസ് നവീനേട്ടാ. പരീക്ഷണം. ഞാനേ ഒരു കാര്യം പറയാൻ കൊറേ കാലേ തന്റെ പിന്നാലെ നടക്കുന്നു. തന്നൊന്ന് ഫ്രീ ആയിട്ട് കിട്ടണ്ടേ? തന്റെ പിന്നാലെ നടക്കാൻ തുടങ്ങിയിട്ട് കൊറേ കാലായി. ഇയാളെ തന്നെ കല്യാണം കഴിച്ചാലോ? You want to hang yourself? Yes. Are you sure you want to hang yourself? Yeah. Are you okay? Huh? You're okay? Yes. What are you talking about? Eh? What are you talking about? I don't understand what you're talking about. Do you need something? Do you need some help? Do you want for me to get some help for you?
you going? Hello? എന്തായിരുന്നു അവിടെ? എന്തു പറ്റി? എന്തു പറ്റി? അതെ, ഇവിടെ പാർട്ട്ണർ വിസ ഇട്ട ലേശം ബുദ്ധിമുട്ടാ. അപ്പൊ ഞാൻ നേരെ ഓഫീസിലെ പെണ്ണിനൊന്ന് വളയ്ക്കാൻ നോക്കി. ഓക്കാണെങ്കിൽ ഞാൻ പറയുന്നൊന്നും മനസ്സിലാവുന്നില്ല. പിന്നെ ഞാൻ ചെയ്യാനാ? Oi, what happened? ഒന്നുമില്ല. No, where you going? ഹായ് മനു. എവിടുന്നാ? ഞാനേ കുറച്ച് പിള്ളേരെ കരാട്ട പഠിപ്പിക്കണ്ട്. ഇവിടെയാ? ആ, ഇന്ന് ഇവിടെ. ശരി, അത് കഴിഞ്ഞ് വരാ. അടിപൊളി. പിന്നെ അതധികം വൈകിപ്പിക്കണ്ടാ, പിള്ളേരുടെ കാര്യല്ലേ. അയ്യോ, ഞാനായിട്ട് വൈകിപ്പിക്കുന്നതല്ല. 3-4 മാസമായിട്ടല്ലേ ഉള്ളൂ അച്ഛൻ മരിച്ചിട്ട്. അവരായിട്ട് പറയട്ടെ. എനിക്കൊരു പരിധി ഉണ്ടല്ലോ പ്രഷറൈസ് ചെയ്യുന്നതില്. മരിച്ച ആൾക്ക് സമാധാനം കിട്ടണമെങ്കിൽ നമ്മൾ കാര്യങ്ങളൊക്കെ അതിന്റെ സമയത്ത് ചെയ്യുന്നതല്ലേ പുണ്യം. അല്ല, എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പറയുന്നത് മനസ്സിലാവുന്നുണ്ട്. നോക്കാം. ഓക്കെ, ശരി എന്നാ. ഓക്കെ, ബൈ. എടോ, വിട്ടുകളാ. അയാൾ വലിയ യൂട്യൂബറൊക്കെയാണ്, കൊടുക്കുമോളെ. ഫേമസും ആണ്. എന്ന് വെച്ചാൽ അയാളെ മിസ്ബിഹേവ് ചെയ്താല് അയാൾക്ക് ശരിക്കും അറിഞ്ഞൂടാ. എടോ, അയാള് മാപ്പ് പറയാൻ തയ്യാറാണ്. മാത്രമല്ല അയാൾക്ക് തന്നെ വലിയ ഇഷ്ടമാണ്. ആ കാര്യങ്ങളൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ കാര്യം തീരുമാനിക്കേ. അപ്പൊ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞാൽ ഇവളെവിടെ നിൽക്കും? ഇവളിവിടെ നിൽക്കും. അപ്പോ നിങ്ങളോ? ഞങ്ങളും. അതായിരുന്നു എന്റെ ടെൻഷൻ. ഞാൻ ഇങ്ങോട്ട് പോരും. പിന്നൊരു മാസത്തിന്റെ ഉള്ളിൽ ഇവളുടെ വർക്ക് ശരിയാവുമല്ലോ. അല്ലേ ചേച്ചി? മോനെന്തേ? മോൻ ഹെയർ കട്ടിന് പോയിരിക്കുക. ഇപ്പൊ ആരെങ്കിലും പിടിച്ചോണ്ട് വരാതിരുന്നാ മതി. ഇവളെന്താ ഇപ്പത് ചോദിച്ചു? അപ്പൊ നെക്സ്റ്റ് കല്യാണം